ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഗവൺമെൻറ് ഈ വർഷം ഇറങ്ങിയ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് മോഡൽ ചോദ്യപേപ്പറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതേ പാറ്റേണിലായിരിക്കും ഓണപരീക്ഷ ഉണ്ടാവുക. കൂട്ടുകാർ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടന്നാലോ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡു. ശ്രദ്ധിച്ച് ചെയ്യുക. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കുക. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ദ ടീച്ചർ സേസ്. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട ശേഷം പറയുന്നത് പോലെ ചെയ്യുക. കൂട്ടുകാർ ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ. അവിടെ എന്തെല്ലാമാണ് കാണുന്നത്? ട്രീ ഉണ്ട്, പാരറ്റ്സ് ഉണ്ട്, മങ്കി ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ബിഗ് ബോൾ ഉണ്ട്, സ്മോൾ ബോൾ ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, കാറുണ്ട്, ബസ്സുണ്ട്. ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് മാർക്ക്. വായിച്ച് അടയാളപ്പെടുത്തുക. റീഡ് ദ സെൻറ്റൻസസ് ആൻഡ് ഗീവ് എ ടിക്ക് അഗൻസ്റ്റ് ദി കറക്റ്റ് പിക്ചർ. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിച്ച ശേഷം ശരിയായ ചിത്രത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് കൂട്ടുകാർ നോക്കിക്കേ. ബസ്സിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദ ബസ് ഈസ് ഓൺ ദി റോഡ്. ബസ് റോഡിലാണ്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏത് ബസ്സാണ് റോഡിലുള്ളത്? ബസ്സിന് മുകളിലുള്ള ചെറിയ കോളത്തിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്തേ. പോളി ഹാസ് 3 eggs. പോളിക്ക് 3 മുട്ടകളാണ് ഉള്ളത്. ആ ചിത്രത്തിൽ 3 മുട്ടകളുള്ളത് ഏതാണ് കൂട്ടുകാരെ? ആ ചിത്രത്തിലെ മുകളിലെ ചെറിയ കോളത്തിൽ ടിക്ക് കൊടുത്ത് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ. അവിടെ എന്താ കാണുന്നേ? ആദ്യത്തെ ബസ്സിൻ്റെ ഹോൺ താഴെ വീണ് കിടക്കുന്നു. രണ്ടാമത്തെ ബസ്സിൻ്റെ ടയർ താഴെ വീണ് കിടക്കുന്നു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദ ഹോൺ ഫെൽ ഡൗൺ. ഹോൺ താഴെ വീണ് കിടക്കുന്നു. ഹോൺ താഴെ വീണ ചിത്രത്തിൻ്റെ മുകളിൽ ചെറിയ കോളത്തിൽ ടിക്ക് കൊടുത്ത് നാലാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കേ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? റിൽ ഹാസ് എ റെഡ് റിങ്. റില്ലിന് ചുവന്ന റിങ് ഉണ്ട്. അതിലെ ഏത് ചിത്രത്തിൻ്റെ ആണ് റെഡ് റിങ് ഉള്ളത്? ആ ചിത്രത്തിൻ്റെ മുകളിലത്തെ ചെറിയ കോളത്തിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് അഞ്ചാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കേ. അവിടെ എന്താ തന്നിരിക്കുന്നത്? 2 കാറിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ആ ചിത്രത്തിൻ്റെ ഒരു ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കേ. അതിന് 2 ലൈറ്റുകളും ഉണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ മുകളിലായി തന്നിരിക്കുന്ന ചെറിയ കോളത്തിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത്. ആക്ടിവിറ്റി 3, ഡിസ്ക്രിപ്ഷൻ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് കറക്റ്റ്ലി. സെൻറ്റൻസ് ശരിയായി പൂർത്തീകരിക്കുക. ഇവിടെ എന്തിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്? ഒരു ഓട്ടോറിക്ഷയുടെ ചിത്രമാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ദിസ് ഈസ് ആൻ ഓട്ടോറിക്ഷ. ഇതൊരു ഓട്ടോറിക്ഷയാണ്. ദ ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. ഓട്ടോറിക്ഷയ്ക്ക് സീറ്റുകളുണ്ട്. കൂട്ടുകാർ കാണുന്നുണ്ടോ? മുന്നിലും പിന്നിലുമായി ഓട്ടോറിക്ഷയ്ക്ക് സീറ്റുകൾ ഉണ്ട്. ദ ഓട്ടോറിക്ഷ ഹാസ് ലൈറ്റ്സ്. ഓട്ടോറിക്ഷയ്ക്ക് ലൈറ്റുകൾ ഉണ്ട്. ഓട്ടോറിക്ഷ ഹാസ് 3 വീൽസ്. ഓട്ടോറിക്ഷയ്ക്ക് 3 വീലുകൾ ഉണ്ട്. ആക്ടിവിറ്റി 4, കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. സംഭാഷണം പൂർത്തിയാക്കുക. കൂട്ടുകാർ ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ. അവിടെ എന്തെല്ലാമാണ് കാണുന്നത്? ഒരു ട്രീ ഉണ്ട്. ട്രീയിൽ നമ്മുടെ പോളി ഇരിപ്പുണ്ട്. തൊട്ടു താഴെയായി ഒരു എലിഫൻ്റ് ഉണ്ട്. എലിഫൻറ്റിൻ്റെ പുറത്തായി ഒരു റാബിറ്റ് ഉണ്ട്. ഒരു ഡക്കും ഉണ്ട്. റാബിറ്റിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നേ? ഗ്രേപ്സ് ഇരിപ്പുണ്ട്. എലിഫൻറ്റിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നേ? ആപ്പിൾ ഇരിപ്പുണ്ട്. അവരെന്താ സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എലിഫൻ്റ് എന്താ പറയുന്നേ? അവർ പോളി, ഡിയർ പോളി, ഈറ്റ് ദിസ് ആപ്പിൾ. എന്താ ആപ്പിളിൻ്റെ സ്പെല്ലിംഗ്? APPLE. ഇനി നമുക്ക് എന്തെഴുതി കൊടുക്കാം? ഈറ്റ് ദീസ് ഗ്രേപ്സ്. അപ്പോൾ നമ്മുടെ പോളി എന്ത് പറഞ്ഞു? താങ്ക് യു ഡിയർ. ആക്ടിവിറ്റി 5, ആഡ് എ ലൈൻ ടു ദി റൈംസ്. കവിതയിൽ ഒരു വരി കൂടി കൂട്ടിച്ചേർക്കാം. 3 ലിറ്റിൽ പാരറ്റ്സ്, ദിൽ ജിൽ ആൻഡ് ഡ്രിൽ, സിറ്റിംഗ് ഓൺ എ ട്രീ, സിംഗിങ് ഹാപ്പി സോങ്സ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നേ? 3 ചെറിയ തത്തകൾ ദിൽ ജിൽ ആൻഡ് ഡ്രിൽ ഒരു മരത്തിലിരിക്കുകയാണ്. അവർ സന്തോഷമുള്ള പാട്ടുകൾ പാടുന്നു. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ. അവിടെ എന്താണ് കാണുന്നത്? പാരറ്റ്സ് ആകാശത്ത് പറക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി വരികൾ നോക്കിയാലോ. 3 ലിറ്റിൽ പാരറ്റ്സ്, ദിൽ ജിൽ ആൻഡ് ഡ്രിൽ, ഫ്ലൈയിങ് ഇൻ ദി സ്കൈ, സിംഗിങ് ഹാപ്പി സോങ്സ്.
പാരറ്റ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ദില്ലും ചില്ലും ഡ്രില്ലും ആകാശത്ത് പറക്കുകയാണ്. അവിടെ നമ്മൾ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? ഫ്ലൈയിങ് ഇൻ ദി സ്കൈ. 3 ലിറ്റിൽ പാരറ്റ്സ്, ദിൽ ജിൽ ആൻഡ് ഡ്രിൽ, ഫ്ലൈയിങ് ഇൻ ദി സ്കൈ, സിംഗിങ് ഹാപ്പി സോങ്സ്. 3 പാരറ്റ്സ് ആകാശത്ത് പറക്കുകയാണ്. അവർക്ക് സന്തോഷമുള്ള പാട്ടുകൾ പാടുകയും ചെയ്യുകയാണ്. ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിൽ നമുക്ക് ചെയ്യാനായി ഉള്ളത്. കൂട്ടുകാർ എല്ലാവരും നന്നായി പരീക്ഷ എഴുതണം. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്